പോലും സഹാബത്ത് നിലനിർത്തി എന്നത് ബുഖാരിയും മുസ്ലിമും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നതാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയിലേക്ക് കയറി വരുന്നു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആ പള്ളിയിലിരുന്നു കൊണ്ട് റസൂലുള്ളാഹിയുടെ മദ്ഹുകൾ അങ്ങനെ പാടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ ഫീ ഹൽഖത്തിൻ ഫീഹിം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു സദസ്സായിരുന്നു അത്. വിശിഷ്ടാതിഥികളൊക്കെ പങ്കെടുത്ത ഒരു പ്രത്യേക സദസ്സ് റസൂലുള്ളാഹിയുടെ മദ്ഹ് പറയാൻ വേണ്ടി മസ്ജിദിൽ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് പറഞ്ഞു, റസൂലുള്ളാഹി ഈ പള്ളിയിൽ ഉണ്ടായിരിക്കുമ്പോൾ ഞാൻ ഈ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്, എനിക്ക് വേണ്ടി റസൂലുള്ളാഹി ദുആ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അത് ശരിവെക്കുകയും ചെയ്ത സംഭവം ഇമാം മുസ്ലിമും അതുപോലെ ഇമാം ബുഖാരിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത് കാണാൻ പറ്റും. അപ്പൊ മൊത്തത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹുകൾ പറയുക എന്നത് ആധികാരികമായി സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ അവിടത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഭക്ഷണദാനങ്ങളും മറ്റ് ദാനധർമ്മങ്ങളും ചെയ്യുക എന്നത്. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന മാതൃകയാണ്. മഹദി ആയിഷ ഖദീജ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് റസൂലുള്ള ധാരാളം പറയുമായിരുന്നു. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ അതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ അവിടുന്ന് മറുപടി പറഞ്ഞത്, ഇന്നി റുസിഖ്തു ഹുബ്ബഹ, ആ ഖദീജയോടുള്ള മഹബ്ബത്തുള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. റസൂലുള്ളാഹി ഖദീജ ബീവിയുടെ മദ്ഹുകളും പ്രകീർത്തനങ്ങളും ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഖദീജ ബീവിയുടെ സ്നേഹിതകളിലേക്ക് ആടിനെ കൊണ്ട് ഭക്ഷണദാനം നടത്തുന്നു. ഇതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് ഇന്നി റുസിഖ്തു ഹുബ്ബഹ, സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. അഥവാ മഹത്തുക്കളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ നാം അവരുടെ പ്രകീർത്തനങ്ങളും മദ്ഹുകളും പറയുന്നത്, അവരെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂൽ പ്രവർത്തിച്ച് നമ്മെ പഠിപ്പിച്ച് കാണിച്ചു തന്ന കാര്യമാണ്. അത് തീറ്റക്കൊതിയന്മാർ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ സ്നേഹം പ്രകടിപ്പിക്കാൻ സ്വീകരിക്കുന്ന കുറുക്ക് വഴികൾ എന്ന് അതിനെ സംബന്ധിച്ച് പരിഹസിക്കുന്നവർ വാസ്തവത്തിൽ ആരോടാണ് കൊഞ്ഞനം കുത്തുന്നത് എന്ന് അവിടെ ആലോചിക്കുന്നത് എല്ലാവർക്കും നന്നായിരിക്കും എന്ന് മാത്രമാണ് ഞാൻ അതിനെ സംബന്ധിച്ച് വളരെ മിതമായ ഭാഷയിൽ പറയുന്നത്. ഏതായാലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നാം ചെയ്തു വരുന്ന കാര്യങ്ങളൊക്കെയും അടിസ്ഥാനപരമായി പ്രാമാണികമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെയും പ്രമാണത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇതിലേതെങ്കിലും ഒന്ന് ബിദ്അത്തുള്ളതായി, ഏതെങ്കിലും ഒരൊറ്റ കാര്യമെങ്കിലും ബിദ്അത്തുള്ളതായി അനാചാരമുള്ളതായി ചൂണ്ടിക്കാണിക്കാൻ പോലും ഒരൊറ്റ മനുഷ്യനും സാധ്യമല്ല. ഉണ്ടെങ്കിൽ നമുക്ക് ഈ സംവാദത്തിൽ അതാണ് കാണേണ്ടത്. പിന്നെ മാത്രമല്ല ഇവിടെ വാദത്തിൽ മറുവിഭാഗം എഴുതിയിട്ടുള്ളത്, ഞാൻ വളരെ ചുരുക്കുകയാണ്, വാദത്തിൽ മറുവിഭാഗം എഴുതിയിട്ടുള്ളത് റബീഉൽ അവ്വൽ മത്തിൽ ചെയ്തതാണ് എന്നാണ്. റബീഉൽ അവ്വൽ മാസത്തിൽ പിറന്നാൾ ആഘോഷിക്കുന്നത് അടിസ്ഥാനപരമായി ബിദ്അത്താണ്, അതിനാൽ ഹറാമാണ്. അപ്പൊ റബീഉൽ അവ്വൽ മാസം പിറക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ ഈ പറയപ്പെട്ട കാര്യങ്ങൾ തന്നെ റബീഉൽ അവ്വലിൽ നാം ചെയ്തു വരുന്ന ഇതേ കാര്യങ്ങൾ ഇതേ രൂപത്തിൽ റബീഉൽ അവ്വൽ മാസം പിറക്കുന്നതിന്റെ തൊട്ട് മുൻപ് വരെ ചെയ്താൽ ബിദ്അത്താണെന്ന് മറുവിഭാഗത്തിന് വാദമില്ല എന്ന് ചുരുക്കം. മൗലിദാഘോഷം നടത്തുന്നത്, മൗലിദ് ഓതുന്നതിലൊന്നും യാതൊരു തെറ്റുമില്ല. മൗലിദിന്റെ സദസ്സുകളെ ബിദ്അത്ത് ആരോപിക്കുന്നത് ശരിയല്ല എന്നാണ് അവർ പറയുന്നത്. റബീഉൽ അവ്വൽ കഴിഞ്ഞാലോ വീണ്ടും അത് സുന്നത്തായി സൽക്കർമ്മമായി ബിദ്അത്ത് ആകുന്നത് റബീഉൽ അവ്വൽ കടക്കുമ്പോൾ മാത്രം ആകുന്നു എന്ന് മാത്രമല്ല, ഷിർക്ക് എന്നാണ് ഇപ്പോൾ ആരോപിക്കുന്നത്. ഷിർക്കാണ്. ചിലപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നതോടുകൂടി ഷിർക്കാണെന്ന് പോലും അവർ വാദത്തിൽ എഴുതിയിരിക്കുന്നു. വളരെ വിചിത്രമാണ്, അത്ഭുതകരമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നതോടുകൂടി ഷിർക്കാണെന്ന് ആരോപിച്ചത് വളരെ അത്ഭുതകരമായ ആരോപണമാണ്. അല്ലെങ്കിൽ ഷിർക്ക് എന്നീ പറയുന്ന ആരോപണം യാതൊരു ബോധവുമില്ലാതെ കൃത്യമായ വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ മനസ്സിലാക്കാതെ മുസ്ലിം ഉമ്മത്തിന്റെ പേരിൽ പല കാരണങ്ങളാലും ഷിർക്ക് ആരോപിക്കുന്ന സ്വഭാവമായി ആണല്ലോ ഈ വിഭാഗത്തിന് മൊത്തമായി നാം കണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ തിക്തഫലം എന്ന് അവർ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പരസ്പരം മുശ്രിക്കാക്കിക്കൊണ്ടിരിക്കുന്നു. നൂറ്റാണ്ടുകളായി ഷിർക്ക് എന്ന് പറഞ്ഞിരുന്നത് ഇപ്പോ വെച്ച് തൗഹീദായി മാറി. ഒക്കെ നമുക്കറിയാം. രണ്ടക്ഷരം പഠിക്കാൻ തുടങ്ങുമ്പോൾ, കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ വ്യക്തമായി ഷിർക്ക് തൗഹീദായി മാറുന്നു, മലക്കം മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ യാതൊരു കൃത്യതയുമില്ലാതെ വെറുതെ ഷിർക്ക് ഖവാരിജുകളും അതുപോലെയുള്ള മുഅ്തസിലത്തൊക്കെ മുൻഗാമികളായ മഹാന്മാരായ പണ്ഡിതന്മാരെ സംബന്ധിച്ച് സഹാബത്തിനെ സംബന്ധിച്ച് പോലും ഷിർക്ക് ആരോപിച്ചതുപോലെ യാതൊരു കൃത്യതയുമില്ലാതെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ വെറുതെ വായയിൽ വന്നത് വിളിച്ചു പറയുന്ന ഷിർക്ക് കൊണ്ട് അമ്മാനമാടുന്ന തൗഹീദ് കൊണ്ട് അമ്മാടുന്ന രക്ഷകൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അത്ഭുതകരം തന്നെ. ഏതായാലും ഞാൻ വളരെ ചുരുക്കുന്നു.
മാത്രമല്ല ഈ ഭാഗം പറയുന്നു ബിദ്അത്താണെന്ന് പറയുന്നു. മൊത്തത്തിൽ നമുക്ക് പറയാനുള്ളത് ബിദ്അത്ത് എന്ന വിഷയത്തിൽ ശിർക്ക് പോലെ തന്നെ ഈ വിഭാഗം മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അടിമുടി അബദ്ധമാണ്. യഥാർത്ഥത്തിൽ ദീനിൽ ഒരു കാര്യം സ്ഥിരപ്പെടുക എന്ന് പറഞ്ഞാൽ, ദീനിൽ ഒരു വിഷയത്തിന് തെളിവ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന് പരിശുദ്ധ ദീൻ സ്വീകരിച്ച ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിലൂടെ ദീനിൽ തെളിവുണ്ടായി കഴിഞ്ഞാൽ, ആ മാർഗത്തിലൂടെ ദീനിൽ അടിസ്ഥാനമുണ്ടായി കഴിഞ്ഞാൽ അത് തീർച്ചയായും ദീനാണ്, അംഗീകരിക്കപ്പെടേണ്ടതാണ്. എന്നല്ലാതെ ദീനിൽ തെളിവ് എന്ന് പറഞ്ഞാൽ തങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി വച്ചിട്ടുണ്ട്, ആ മനസ്സിലാക്കിയ രൂപത്തിൽ തെളിയുമ്പോഴേ ദീനാവൂ, അപ്പോഴേ തെളിവാകൂ, അപ്പോഴേ അംഗീകരിക്കൂ. അല്ലാത്തതൊന്നും തങ്ങൾക്ക് സംഭവിച്ച അബദ്ധം അതിൽ നിന്നുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കൂ എന്ന പിടിവാശി വാസ്തവത്തിൽ കുട്ടികൾ കാണിക്കുന്ന പിടിവാശി പോലെ, എനിക്ക് ആ കുപ്പായം തന്നെ വേണം എങ്കിലേ ഞാൻ കുപ്പായം ഇടൂ എന്ന് കുട്ടികൾ പറയുന്നത് പോലെയുള്ള പരിശുദ്ധ സുന്നുണ്ട് അള്ളാഹുവിന്റെ ദീന് കൊണ്ട് കുട്ടിക്കളി നടത്തുകയാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ ദീനിൽ അടിസ്ഥാനമായി ഒരു കാര്യം തെളിയിക്കപ്പെടുക അല്ലെങ്കിൽ തെളിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ദീനിനെ പൂർത്തീകരിച്ചു തന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാനപരമായി ദീനിന്റെ ഉസൂലുകളൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു. അതാണ് അല്ലാഹു പറഞ്ഞത്. ഔ ബിത്തൻസീസി അലാ ഖവായിദിൽ അഖായിദി വതൗഖീഫി അലാ ഉസൂലി ശറാഇ വഖവാനീനിൽ ഇജ്തിഹാദി. അഖീദകളുടെ ഖവായിദുകളെയും അടിസ്ഥാന നിയമങ്ങളെയും ദീനിന്റെ ശരീഅത്തിന്റെ ഉസൂലുകളെയും അതുപോലെ തന്നെ ഇജ്തിഹാദിന്റെ കാനൂനുകളും പൂർത്തീകരിച്ചു തന്നു എന്നാണ് പറഞ്ഞത്. ഇതാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്. അടിസ്ഥാനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു. ദീനിൽ ഇനി പുതുതായ ഒരു അടിസ്ഥാനം കൊണ്ടുവരാൻ പാടില്ല, ഉള്ള അടിസ്ഥാനത്തെ തള്ളിക്കളയാനും പാടില്ല. അതുകൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട ദീന് മുഴുവനും അംഗീകരിക്കണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. ഉള്ളത് തള്ളിക്കളയാൻ പാടില്ല, ഇല്ലാത്തത് കൂട്ടിച്ചേർക്കാനും പാടില്ല. പൂർത്തീകരിക്കപ്പെട്ട ദീൻ മുഴുവനും അംഗീകരിക്കണമെന്നുകൂടി അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. പൂർത്തീകരിക്കപ്പെട്ട ദീൻ മുഴുവനും അംഗീകരിക്കലാണ്. അതുകൊണ്ട് ദീനിൽ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ദീൻ സ്വീകരിച്ച അള്ളാഹു പഠിപ്പിച്ച ദീനിന്റേതായ ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിലൂടെ ഒരു കാര്യം അടിസ്ഥാനപരമായി സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് അംഗീകരിക്കലാണ് മുഅ്മിനിന്റെ ബാധ്യത. ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലൂടെ സ്ഥിരപ്പെടണം, അപ്പോഴേ ഞാൻ അംഗീകരിക്കൂ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദീൻ അംഗീകരിക്കലല്ല. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്താണെന്ന് പറഞ്ഞത് എന്താണ്? വാസ്തവത്തിൽ അല്ലാഹുവിന്റെ റസൂൽ തന്നെ വളരെ വ്യക്തമായത് പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസുകളും ആയത്തുകളും പരിഭാഷകളെ മാത്രം അവലംബമാക്കി പഠിച്ചാൽ അബദ്ധങ്ങൾ മാത്രമേ പിണയൂ. അതല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അത് പഠിക്കേണ്ടുന്ന മാർഗത്തിലൂടെ പഠിക്കണം. അതറിയുന്ന പണ്ഡിതന്മാരുടെ മുന്നിലിരുന്ന് ഓടിപ്പഠിക്കണം. അപ്പോഴേ അതൊക്കെ അറിയൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ. എല്ലാ മുഹ്ദസത്തുകളും ബിദ്അത്തുകളാണ്. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി ഇതിലേക്ക് സൂചിപ്പിക്കുകയാണ്. ഈ പറയപ്പെട്ട ആയത്തുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയണമെന്ന് അള്ളാഹു പറഞ്ഞു, റസൂലിനെ കൊണ്ട് സന്തോഷിക്കണമെന്ന് അള്ളാഹു പറഞ്ഞു. ഇതൊക്കെ റബീഉൽ അവ്വലിൽ മാത്രം ബിദ്അത്ത് എന്ന് പറയുന്ന ആളുകൾ, ഈ ആയത്തുകളൊക്കെ റബീഉൽ അവ്വലിന്റെ മാസപ്പിറവി ഇങ്ങോട്ട് വരുന്നത് വരെ ഈ ആയത്തുകളൊക്കെ കാര്യക്ഷമമാണ്. റബീഉൽ അവ്വലിന്റെ മാസപ്പിറവി ഇങ്ങോട്ട് പിറക്കുന്നതോടുകൂടി ഇതെല്ലാം നിർവീര്യമായി പോയി. അതൊക്കെ നിർവീര്യമായി പോയി. ഒരു മാസക്കാലഘട്ടം ഈ കൽപ്പനകൾക്കും ദീനിന്റെ ഈ നിർദ്ദേശങ്ങൾക്കൊന്നും യാതൊരു നിലവാരവുമില്ല. അത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. റബീഉൽ അവ്വലിന്റെ മാസപ്പിറവി അവസാനിക്കണം, എന്നാൽ വീണ്ടും അത് പ്രവർത്തനക്ഷമതമാകുന്നതാണ് എന്നൊക്കെയാണല്ലോ ഈ പറയുന്നതിന്റെ രത്ന ചുരുക്കം. വിഡ്ഢിത്തമെന്നല്ലാതെ എന്താണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്? ആധികാരികമായി ആത്മാർത്ഥമായി കാര്യങ്ങളെ പഠിക്കണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, മുഹ്ദസത്തുകളൊക്കെ ബിദ്അത്താണ്, വകുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്താണ്. എന്താണ് ഈ മുഹ്ദസത്ത് എന്ന് പറഞ്ഞാൽ? അത് അല്ലാഹുവിന്റെ റസൂൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നാം അത് ഡിക്ഷണറി നോക്കി നമ്മുടെ ബുദ്ധി കൊണ്ട് മാത്രം അതിനെ തീരുമാനിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ റസൂൽ തന്നെ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ദീനിൽ ഇല്ലാത്തത്, മാ ലൈസ മിൻഹു, അടിസ്ഥാനപരമായി സ്ഥിരപ്പെടാത്ത ഒരു കാര്യം, ഉസൂലിൽ സ്ഥിരപ്പെടാത്ത ഒരു കാര്യം, അതാണ് പൂർത്തീകരിക്കപ്പെട്ട ദീൻ എന്ന് പറഞ്ഞത്. ആ പൂർത്തീകരിക്കപ്പെട്ട ഉസൂലിൽ ഇല്ലാത്ത, അതിൽ ഉൾപ്പെടാത്ത
സ്ഥിരപ്പെടാത്ത ഒരു കാര്യം, അസ്ല് ഇല്ലാത്ത ഒരു കാര്യം, അതാണ് മുഹ്ദസത്ത്. മൻ അഹ്ദസ, ഇഹ്ദാസ് ചെയ്താൽ, മുഹ്ദസത്തിനെ കൊണ്ടുവന്നാൽ, അഥവാ മാ ലൈസ മിൻഹു, അസ്ല് അടിസ്ഥാനം സ്ഥിരപ്പെടാത്ത കാര്യം, ദീനിൽ അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യത്തെ ഒരാൾ മുഹ്ദസത്തിനെ കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് റദ്ദ് ചെയ്യേണ്ടതാണ്. അത് തന്നെയാണ് കുല്ലു മുഹ്ദസത്തിൻ, ദീനിൽ അടിസ്ഥാനമില്ലാത്ത മുഹ്ദസാത്തുകളൊക്കെ ബിദ്അത്തുൻ, ബിദ്അത്താണ്, അത് തള്ളപ്പെടേണ്ടതാണെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ബിദ്അത്തിനെ സംബന്ധിച്ചും ശിർക്കിനെ സംബന്ധിച്ചും വളരെ കൃത്യമായി ആധികാരികമായി ഈ വിഭാഗം പഠിച്ചിരുന്നെങ്കിൽ ഇത്തരം തർക്കങ്ങളൊക്കെ പൂർണ്ണമായും ഒഴിവാക്കാമായിരുന്നു. അത് നമുക്കിപ്പോ ബോധ്യപ്പെടുന്നുണ്ടല്ലോ, അവർക്കും ബോധ്യപ്പെടുന്നു. ഇക്കാലം ഇത്രയും ശിർക്ക് ആരോപിച്ച് നടന്നിരുന്ന കാര്യങ്ങൾ ഒന്നങ്ങോട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോ കാര്യങ്ങൾ തിരുത്തലുകളുടെ ഘോഷയാത്രയാണ് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആകെ 8 പൊട്ടി. ഇന്ന് യഥാർത്ഥത്തിൽ ഈ വിഭാഗം ബിദ്അത്തിനെ സംബന്ധിച്ചൊന്ന് നന്നായി അങ്ങോട്ട് പഠിച്ചാൽ 880 ആകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ എന്റെ സമയം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുന്നി പക്ഷത്തു നിന്നുള്ള വിഷയാവതരണമാണ് ഇപ്പോൾ അവസാനിച്ചത്. അടുത്തത് മുജാഹിദ് പക്ഷത്തു നിന്നുള്ള വിഷയാവതരണമാണ്. വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്രിയേറ്റീവ് 35 ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. യഥാർത്ഥത്തിൽ മറുപക്ഷം അവതരിപ്പിച്ച വിഷയാവതരണം തന്നെ മനസ്സിലെത്തി കേൾക്കുന്ന ഒരാൾക്ക് ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന നയം തന്നെയാണ് ശരിയെന്ന് വളരെ കൃത്യമായി വരികൾക്കിടയിൽ നിന്ന് ബോധ്യമാകും എന്നതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഇദ്ദേഹം വിഷയം തുടങ്ങിയപ്പോ ആയത്തും ഹദീസും ഇങ്ങനെ ഓരോന്നായി വായിച്ച് ഈസാ നബി സല്ലല്ലാഹു തുടങ്ങി വെച്ചതാണ് നബിദിനാഘോഷം എന്ന ഇതിലാണ് കൊണ്ടുവന്നത്. അവരൊക്കെ പറയുമ്പോഴും മുപ്പര് ഉള്ളിൽ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് പിൻകാലത്ത് ഉണ്ടായതാണല്ലോ, രാജാക്കന്മാരുണ്ടാക്കിയതാണല്ലോ, 6-ാം നൂറ്റാണ്ടിൽ വന്നതാണല്ലോ എന്ന് മുപ്പര് ഉള്ളിൽ തികട്ടി വരുന്നുണ്ട്. അതുകൊണ്ട് അവസാനം കൊണ്ടുപോയിട്ട് അസുഖമുള്ളത് പിന്നെ ഉണ്ടാക്കിയാൽ അത് കുഴപ്പമില്ല, അസുഖമില്ലാത്ത ഉണ്ടാക്കിയാലേ വിധേയത്താവുള്ളൂ എന്ന രൂപത്തിലേക്ക് പിന്നെ ഒരു മാറി അവസാനം നമ്മൾ കണ്ടത്. അപ്പൊ യഥാർത്ഥത്തില് ഈസാ നബിന്റെ അന്ന് മുതൽ തുടങ്ങിയ സംഗതി, അതേപോലെ സഹാബിമാര് പള്ളിക്ക് ഹലക്കുണ്ടാക്കിയിട്ട് അവിടെ ആ ഹലക്കം നിലർത്തി എന്ന് പറഞ്ഞ സംഗതി, ഉമർ ഖത്താബ് അംഗീകരിച്ചു എന്ന് പറഞ്ഞ ഒരു കാര്യം, ഒരുപാട് ആയത്തും ഹദീസും പറഞ്ഞ് അവർ റഹ്മത്താണ്, മദ്ഹാണ്, ഇത്ആമാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അവസാനം മൂപ്പരിക്കാൻ തോന്നി ഇതൊക്കെ പറഞ്ഞാലും മൂപ്പർക്കും വിശ്വാസമില്ല, മൂപ്പരൊപ്പമുള്ളവർക്കും വിശ്വാസമില്ല, മുജാഹിദിനൊക്കെ ഏതായാലും ഈ പറഞ്ഞത് ശരിയല്ല നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ ആ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ തന്നെ വ്യക്തമാണ്. അപ്പൊ ചേളാരി സുന്നികളെ ഏകദേശം ഇത്രേ ഉള്ളൂ എന്നുള്ളത് ഈ ഒരു അവതരണത്തിൽ തന്നെ മനസ്സിലായി. ഏതായാലും കുറച്ചും കൂടെ ഒന്ന് ഒരുങ്ങിയിട്ട് വരാമായിരുന്നു, അല്ലെങ്കിൽ അതിന് പറ്റാവുന്ന ഒരാളെ കൊണ്ട് വിഷയം അവതരിപ്പിക്കാമായിരുന്നു എന്നാണ് MT ദാരിമിയോടൊക്കെ ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും ആയത്ത് കുറെ ഓതി, ഹദീസ് കുറെ പറഞ്ഞു. പക്ഷെ അവസാനം ഈ പറഞ്ഞ പോലെ മൂപ്പരനെ അതിൽ പൊളിക്കുന്ന രൂപത്തിലാണ് അവസാനത്തേക്ക് കൊണ്ടുവന്നത്. മാത്രമല്ല എന്താണ് നമ്മൾ വാദമായി രേഖപ്പെടുത്തിയത് അതിലേക്ക് യഥാർത്ഥത്തിൽ മൂപ്പർക്ക് വരാൻ എന്തോ ഒരു ബേജാറുണ്ട്. അതിങ്ങോട്ട് പറഞ്ഞു, റസൂലിനെ പൊരുത്തുന്നാണ്ട് പറഞ്ഞു എന്നല്ലാതെ അതിൽ നിന്ന് വല്ലാടൊന്നും പറയാതെ അത് ഇങ്ങനെ പിന്നെ വിചിത്രമായ വാദമാണ് എന്ന് പറഞ്ഞാൽ വിട്ടു. എന്നതിനപ്പുറത്ത് തങ്ങളുടെ വാദം എന്താണ് സമർത്ഥിക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല. ഇവിടെ യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എഴുതിയ വാദം അടിസ്ഥാനപരമായി റബീഉൽ അവ്വലിൽ നടത്തിയ നബിയുടെ പിറന്നാഘോഷം ശറഇൽ ബിദ്അത്താണ്, അതിനാൽ ഹറാമുമാണ്. ഫെബ്രുവരി മാസം 2008 ഇസ്ലാഹി മാസികയിൽ വന്ന നിബന്ധനകളോടെയാണ് നബിയുടെ പിറന്നാളാഘോഷം കൊണ്ടാടുന്നതെങ്കിൽ അത് ശിർക്കുമാണ്. ഇതാണ് വാദം. അത് ശിർക്കല്ല, പുണ്യകർമ്മമാണ്, മുസ്തഹബാണ് എന്നാണ് നിങ്ങളുടെ വാദം. ആ വാദത്തെ കുറിച്ച് എന്താ ഇവിടെ പറഞ്ഞത്? ഇവിടെ പൊരുത്തമാകുന്ന ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞ് വിചിത്രവാദം എന്ന് പറഞ്ഞ് വിട്ടു എന്നല്ലാതെ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ അസ്ല് തന്നെ, അസ്ല് ഏതായാലും പൂർത്തിയാക്കിയപ്പോൾ നിങ്ങൾക്ക് തർക്കമില്ലല്ലോ, ഇനി ബാക്കിയല്ലേ തീരുമാനിക്കാനുള്ളൂ. അത് സംവാദം കഴിയുമ്പോഴേക്ക് തീരുമാനമാവും ഇൻഷാ അല്ലാഹ്. അസ്ല് ഏതായാലും പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും.
അതിലൂടെ അസ്ല് പൂർത്തിയായി ഇപ്പൊ നിങ്ങളും സമ്മതിക്കുന്നു. ഇനിയിപ്പോ ഫർഅ് പൂർത്തിയായിട്ടുണ്ടോ ഇല്ലേ, അതിനിപ്പോ ഈ വക കുറച്ച് ദാരിമിമാരും പൈസമാരും കൂടി വന്നിട്ടാണോ ഫർഅ് പൂർത്തിയാക്കേണ്ടത്, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് തീരുമാനാക്കാം. ഏതായാലും അതിൽപ്പെട്ടൊരു അസ്ലാണ് ഏത് അമൽ ചെയ്യുകയാണെങ്കിലും അത് റഹ്മാനായ റബ്ബിന്റെ പൊരുത്തം ആഗ്രഹിച്ചാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് മുസ്ലിം ലോകത്ത് തർക്കമില്ല. ഇസ്ലാഹി മാസിക ലേഖനം ആരംഭിച്ചു തന്നെ അങ്ങനെ തന്നെയാണ്. തുടക്കം തന്നെ ഒന്നാമത്തെ പാരഗ്രാഫിൽ തന്നെ ഇസ്ലാഹി മാസിക പറഞ്ഞ എന്താ, സാധാരണയായി ഒരു മുസ്ലിം അനുഷ്ഠിച്ചു പോരുന്ന നിർബന്ധ കർമ്മങ്ങളും മറ്റു സുന്നത്തായ കാര്യങ്ങളും അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചെയ്തു വരാറുള്ളത്. അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കൽ ശിർക്കാണെന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമില്ല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സംശയമെന്നെ നിരോധിച്ച കാര്യമാണത്. ഇത് പറഞ്ഞിട്ടാണ് ആ ലേഖനത്തിന്റെ ഒന്നാമത്തെ പാരഗ്രാഫ് തന്നെ ഉള്ളത്. അതാണ് നമ്മുടെ മർമ്മം. ഇവിടെ മുജാഹിദുകൾ ശിർക്കാന്ന് എന്തിനെ കുറിച്ച് ഏത് രൂപത്തിലാണോ പറഞ്ഞത് അത് ശരിയല്ല എന്നും ഇസ്ലാഹി മാസിയിൽ പറഞ്ഞ നിബന്ധന പ്രകാരം ഉപാധി പ്രകാരം നബിയുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടുള്ള മൗലിദാഘോഷം ശിർക്കല്ല, അത് പുണ്യകർമ്മമാണ്, മുസ്തഹബാണ്. ഇതാണല്ലോ വാദം. എന്റെ വിഷയം അവതരിപ്പിച്ച സഹോദരന് അതിലേക്ക് ഒരു പ്രയാസം, എന്നിട്ട് പിന്നെ മദഹിന്റെ കുറെ തെളിവും അതേപോലെ പിന്നെ ഭക്ഷണം കൊടുക്കാനുള്ള തെളിവും ഒരുമിച്ച് കൂടാനുള്ള തെളിവും ഇങ്ങനെ തെളിവുണ്ടാക്കാൻ എന്തിനാ മുസ്ലിം ഇസ്ലാമിൽ തെളിവുണ്ടാക്കാൻ പറ്റുക? എന്തിനാ തെളിവുണ്ടാക്കാൻ പറ്റുക? ഇസ്ലാമിൽ വിദേഹത്തിന് സംഗതി ഉണ്ടാവോ? ഏത് വിദേഹത്തിനും ഇങ്ങനെയൊക്കെ ന്യായീകരിച്ചൂടെ? നിങ്ങൾ തന്നെ വിദേഹത്തായി അംഗീകരിച്ച ഒരു 4 വിദേഹത്തുകൾ പറയും, അത് മുഴുവൻ ഇങ്ങനെ തെളിവുണ്ടാക്കാൻ പറ്റൂലേ? ഇപ്പൊ റഗായിബ് നിസ്കാരം വിദേഹത്താന്ന് ഫത്ലുമൊഴി അടക്കം പറഞ്ഞതാണ്. അതിന് വേണമെങ്കിൽ ഒരാൾക്ക് ബാധിച്ചുള്ളൂ. റുക്കൂവിന്റെ മഹത്വം, സുജൂദിന്റെ മഹത്വം, അതേപോലെ നൃത്തത്തിന്റെ മഹത്വം, ഖുർആനോത്തിന്റെ മഹത്വം, അത്തഹിയാത്തിന്റെ മഹത്വം, എന്നിട്ട് പല ഇതിന് ഏതാ കൂട്ടരെ കുഴപ്പമുള്ളത് എന്ന് വെച്ചാൽ എന്താ പറയാ? ഇനി ഒറ്റ വ്യഭിചരിക്കാൻ പോകാം, ഇത് ഓൻ പറയാം എന്താ ഇപ്പൊ ഇതിൽ പ്രശ്നമുള്ളത്? ഓൻ ചോദിക്കാം അള്ളാഹു റസൂല് ഭാര്യമാരെ ചുംബിച്ചിട്ടുണ്ട്, അതാ അപ്പൊ അത് തെളിവായി. അള്ളാഹു റസൂല് ഭാര്യമാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അത് തെളിവായി. ഇങ്ങനെ ഒരുത്തം തെളിവാക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ ചേളായ സുന്നാകാനേ പറ്റുള്ളൂ, അല്ലാതെ ഇസ്ലാമിന്റെ അസലിക്ക് അതെന്തായാലും പറ്റൂല. ഇസ്ലാമിൽ ഒരു കാര്യം ഇബാദത്താകണോ അത് അള്ളാഹു പഠിപ്പിക്കണം, അള്ളാഹു റസൂല് പഠിപ്പിക്കണം. ആ റസൂല് സഹാബത്ത് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകണം. അതില്ലാത്ത കാലത്തോളം ആര് കൊണ്ടുവന്നാലും അത് ബിദ്അത്ത് തന്നെയാണ്, പുത്തൻവാദം തന്നെയാണ്. അതാണ് മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ എന്ന് അള്ളാഹു റസൂല് പഠിപ്പിച്ചത്. അത് കൃത്യമായി പഠിക്കണേ വേണം. ഞങ്ങൾ പരിഭാഷ നോക്കി പഠിച്ചാൽ കുഴപ്പമില്ല. നിങ്ങൾ പരിഭാഷെങ്കിലും വായിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം വരൂലായിരുന്നു. നിങ്ങൾ അതും വായിച്ചിട്ടില്ല. ഞങ്ങൾ പരിഭാഷ നോക്കി, ഷറഹും നോക്കി, ഇമാമിങ്ങൾ കൗലും നോക്കി, എല്ലാം നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒരു പരിഭാഷ പോലും നോക്കാതെ സ്വന്തം യുക്തി കൊണ്ട് മാത്രം നിങ്ങൾ വ്യാഖ്യാനിച്ചു കൊണ്ടു എന്നതാണ് നിങ്ങൾക്ക് വന്ന ഏറ്റവും വലിയ അബദ്ധം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ ഓരോ വിഷയം നോക്കി അവിടെയൊക്കെ നിങ്ങളെ വക നിങ്ങൾ സ്വന്തം കൊടുത്ത് വ്യാഖ്യാനമില്ലാതെ വേറെ എന്താ ഉള്ളത്? ഓരോന്നിനും ബിഫദില്ലാഹി ബിറഹ്മതിഹി എന്ന ആയത്തുകൾ കൊണ്ടുവന്നു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ സന്തോഷ പ്രകടനം നടത്തണം എന്നാക്കി മാറ്റി. അത് എവിടുന്ന് കിട്ടിയത്? ഏതെങ്കിലും സറഹിലുണ്ടോ, തഫ്സീലുണ്ടോ, ഏതെങ്കിലും പരിഭാഷയിലുണ്ടോ? എവിടെയും കാണുക. നിങ്ങളിങ്ങനെ പറഞ്ഞു പോരാന്നല്ലാതെ. അപ്പൊ നിങ്ങൾ പരിഭാഷ പോയി നോക്കിയിട്ടില്ല എന്നതാണ് ഈ പ്രശ്നത്തിന് കാരണം. മുബശ്ശിറൻ ബി റസൂലിൻ എന്നാ പറഞ്ഞത്, റസൂല ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത ഈസാ നബി അറിയിച്ചിട്ടുണ്ട്. ഈ ആയത്തിൽ നിങ്ങൾ പറഞ്ഞ രൂപത്തിൽ ആരെയും വ്യാഖ്യാനിച്ചത് എവിടെയുള്ളത്? ഒരു തഫ്സീറിലും ഇല്ല, ഒരു പരിഭാഷയെ പോലും കാണാൻ കഴിയില്ല. എന്നിട്ട് ഇതൊക്കെ നോക്കി പഠിച്ച് കൃത്യമായി ഇസ്ലാമിക പ്രമാണങ്ങളെ ശരിയായ വിധം ഉൾക്കൊള്ളുന്ന ആളുകളെ ആക്ഷേപിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് മറ്റൊന്നില്ല. ഇനി റുസിഖ്തു ഹുബ്ബഹ എന്ന് ഖദീജ ബീവിന്റെ വിഷയത്തിൽ പറഞ്ഞതാ. അതെന്താ? ആ പിന്നെ സ്നേഹം പ്രകടിപ്പിക്കാനാണ് ഞാൻ നടക്കുന്നത് എന്നാണ് അർത്ഥം. എവിടുന്ന് അർത്ഥം കിട്ടിയത്? അപ്പൊ ഇങ്ങനെ സ്വന്തം വക വ്യാഖ്യാനം കൊടുത്തിട്ട് സാധാരണക്കാരെ പുട്ടീസാക്കുന്ന രൂപത്തിൽ സംവാദത്തിന് പറ്റൂല എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. അപ്പൊ ഇസ്ലാമിന്റെ അസ്ല് ഏത് വിഷയത്തിലും അത് അള്ളാഹുവിന്റെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ചുകൊണ്ട്, അവനെ റിള പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഏത് അമലും, നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും അടക്കമുള്ള ഏതും ചെയ്യേണ്ടത്. ഇവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു ഇബാദത്ത് അല്ല, ഒരു പുത്തനാചാരം, ഒരു ബിദ്അത്താണ്. ഇവിടെ 2 പ്രശ്നമുള്ളത്. ഇസ്ലാഹി മാസിക പറഞ്ഞ പോലെ മുമ്പേ ദുർബല പിന്നെ ഗർഭിണി എന്നതാണ് യഥാർത്ഥത്തിൽ നബിദിനാഘോഷത്തിന്റെ വസ്തുത. അത് ബിദ്അത്താണ്, ദീനിൽ തെളിവില്ലാത്തതാണ്, പിൽക്കാലത്തുണ്ടായതാണ്. അതോടൊപ്പം അള്ളാഹു റസൂലിന്റെ പൊരുത്തങ്ങൾ ആഗ്രഹിക്കുക വഴി അവിടെ
ബുഖാരിയും മുസ്ലിമും പരിശോധിച്ചാൽ കാണാൻ